വൈകില്ല. അടുത്ത ഒരു 7 മുതൽ 18 വരെ വർഷത്തിനുള്ളിൽ അത് സംഭവിക്കും. മറ്റൊരു സിവിലൈസേഷനിൽ നിന്നുള്ള ജീവിവർഗമോ അവരുടെ സാങ്കേതിക വിദ്യയോ ഭൂമിയിലെ മനുഷ്യരോട് നേരിട്ടിറങ്ങി വന്ന ഒരു ഹായ് പറയും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. എത്ര കാലമായി നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിയുന്നു? ഭൂമിക്ക് പുറത്ത് ജീവനുണ്ടോ? ഉണ്ടെങ്കിൽ അവരെ എന്ന് കാണാനാകും? മനുഷ്യരാശി കാലങ്ങളായി ചോദിക്കുന്ന ഏറ്റവും ആവേശകരവും ഭയപ്പെടുത്തുന്നതുമായ ചോദ്യങ്ങളിൽ ഒന്നാണിത്. അവസര ഉത്തരമാണിത്. ക്ഷമിക്കൂ. അടുത്ത 7 മുതൽ 18 വർഷത്തിനുള്ളിൽ, അതായത് 2033 മുതൽ 2044 വരെയുള്ള വർഷങ്ങളിൽ എന്നെങ്കിലും അവർ വെളിപ്പെടും. നാസ പോലും അത് അംഗീകരിച്ചു തരുന്നു. അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള ചർച്ചകളെല്ലാം കുറച്ചുകാലം മുമ്പ് വരെ വെറും ഭാവനാ സൃഷ്ടി അല്ലെങ്കിൽ കോൺസ്പിറസി തിയറി മാത്രമായിരുന്നു. ഇന്നത് അങ്ങനെയല്ല. ഏതാനും ദിവസം മുമ്പ് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് തന്നെ പുറത്തുവിട്ട വീഡിയോകളുടെ ആമുഖമായി അവരത് പറയാതെ പറയുന്നുണ്ട്. ആരോ നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന്. 1960-കൾ മുതൽ US നേവി പൈലറ്റുമാരും സൈനിക ഉദ്യോഗസ്ഥരും തങ്ങളുടെ ഔദ്യോഗിക ദൗത്യങ്ങൾക്കിടയിൽ അസാധാരണ വേഗതയിലും ദിശയിലും സഞ്ചരിക്കുന്ന പേടകങ്ങൾ കണ്ടതായി വെളിപ്പെടുത്തിയിരുന്നു. വിവിധ ഫോർമാറ്റുകളിലുള്ള വീഡിയോകളും അവരതിന് തെളിവായി നൽകി. എന്നാൽ പ്രത്യേക സൈനിക നിയമം കൊണ്ടുവന്ന അമേരിക്ക ഇവയെല്ലാം രഹസ്യമാക്കി വെച്ചു. എല്ലാ വിലക്കുകൾക്കുമിടയിൽ 2017 മുതൽ 2020 വരെയുള്ള വർഷങ്ങളിൽ ഇത്തരം ചില വീഡിയോകൾ മാധ്യമങ്ങളിലൂടെ ലീക്കായതോടെയാണ് പെൻറ്റഗണിന് മേൽ പൊതുജന സമ്മർദ്ദം ശക്തമായത്. തുടർന്ന് 2020 ഏപ്രിലിൽ പെൻറ്റഗൺ ഈ വീഡിയോകളുടെ യാഥാർത്ഥ്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് ചിലതെല്ലാം പുറത്തുവിട്ടു. അതിൻ്റെ തുടർച്ചയായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് US ഗവൺമെൻറ്റിൻ്റെ കൈവശമുള്ള അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള രേഖകൾ എത്രയും വേഗം പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ പ്രസിഡൻഷ്യൽ സ്പെഷ്യൽ ഓർഡർ നൽകി. ഇതിനായി പേഴ്സ്യൂ പ്രസിഡൻഷ്യൽ അൺസീലിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റം ഫോർ UAP എൻകൗണ്ടേഴ്സ് പദ്ധതി കൊണ്ടുവന്നു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് 67ലേറെ UFO അല്ലെങ്കിൽ UAP എന്ന് സംശയിക്കുന്ന വീഡിയോകൾ പെൻറ്റഗൺ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കാണാത്തവർക്ക് കാണാൻ ഇത്തരം വീഡിയോകൾ മുഴുവനായി ഫീച്ചർ ചെയ്ത ചില യൂട്യൂബ് ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. സെനറ്റർമാരായ ചക്ക് ഷൂമർ, മാക് റൗണ്ട്സ്, കോൺഗ്രസ് അംഗം അന്ന പൗലീന ലൂണ, മുൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനായ ഡേവിഡ് ഗ്രഷ് എന്നിവരുൾപ്പെടെയുള്ള വിസിൽ ബ്ലോവർമാർ ഇവരൊക്കെയാണ് ഇതിന് ശക്തമായ സമ്മർദ്ദം ചെലുത്തിയത്. UAPകളെ തമാശയോ കോൺസ്പിറസി തിയറിയോ മാത്രമായി കാണുന്നതിന് പകരം നാഷണൽ സെക്യൂരിറ്റി ഇഷ്യൂ ആയി കാണാൻ പെൻറ്റഗൺ പുതിയ പോളിസി മാറ്റങ്ങൾ കൊണ്ടുവന്നു. നാഷണൽ ഡിഫൻസ് ഓതറൈസേഷൻ ആക്ട് NDAA പ്രകാരം പെൻറ്റഗണിന് കീഴിൽ AARO ആൾ ഡൊമൈൻ അനോമലി റെസൊല്യൂഷൻ ഓഫീസ് എന്ന പ്രത്യേക ഓഫീസ് സ്ഥാപിച്ചു. ആകാശം, കടൽ, ബഹിരാകാശം എന്നീ മേഖലകളിൽ കാണുന്ന അസാധാരണ പ്രതിഭാസങ്ങളെ ശാസ്ത്രീയമായി പഠിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. മുൻപ് UFO കണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സൈനികരെ മാനസിക പ്രശ്നമുള്ളവരായി മുദ്രകുത്തിയിരുന്നു. എന്നാൽ പുതിയ പോളിസി പ്രകാരം പൈലറ്റുമാർക്ക് യാതൊരു ഭയവുമില്ലാതെ ഇത്തരം സംഭവങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാനുള്ള ഔദ്യോഗിക സംവിധാനമുണ്ടാക്കി. ഗവൺമെൻറ് ഏജൻസികളുടെയും സ്വകാര്യ ഡിഫൻസ് കോൺട്രാക്ടർമാരുടെയും പക്കലുള്ള പഴയ UAP രേഖകൾ ഡീക്ലാസിഫൈ ചെയ്ത് നാഷണൽ ആർക്കൈവ്സ് വഴി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ നിയമപരമായ പോളിസി മാറ്റം വരുത്തി. ദിവസങ്ങൾക്ക് മുമ്പ് പെൻറ്റഗൺ പുറത്തുവിട്ട FLIR, ജിംബൽ, ഗോഫാസ്റ്റ് വീഡിയോകളിൽ ഫിസിക്സിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ പ്രൊപ്പൽഷൻ സിസ്റ്റങ്ങളോ എഞ്ചിനുകളോ ചിറകുകളോ ഇല്ലാതെ അസാധാരണമായ വേഗതയിലും ദിശയിലും സഞ്ചരിക്കുന്ന വസ്തുക്കളാണ് തെളിഞ്ഞത്. പെൻറ്റഗൺ ഇവ അന്യഗ്രഹ പേടകങ്ങളാണെന്ന് നേരിട്ട് സമ്മതിച്ചിട്ടില്ല. പകരം അവ എന്താണെന്ന് കൃത്യമായി വിശദീകരിക്കാൻ കഴിയില്ല, അൺഐഡൻറ്റിഫൈഡ് എന്ന് മാത്രമാണ് പറയുന്നത്. ഇത് ഒന്നുകിൽ റഷ്യയോ ചൈനയോ വികസിപ്പിച്ച അതീവ രഹസ്യമായ ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയാകാം, അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ പ്രതിഭാസങ്ങളാകാം, അതുമല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അന്യഗ്രഹ സാങ്കേതിക വിദ്യയുമാകാം. എന്തായാലും ഈ പ്രതിഭാസങ്ങൾ പഠനമർഹിക്കുന്ന കാര്യമാണെന്ന് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി സമ്മതിച്ചു എന്നത് വലിയൊരു മാറ്റമാണ്. ഇനി പറയേണ്ടത് സെറ്റിയെക്കുറിച്ചാണ്. സെറ്റി എന്നാൽ സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇൻ്റലിജൻസ്. പതിറ്റാണ്ടുകളായി പ്രപഞ്ചത്തിൽ നിന്നുള്ള റേഡിയോ തരംഗങ്ങളും ലൈറ്റ് സിഗ്നലുകളും നിരീക്ഷിച്ച് ഭൂമിക്ക് പുറത്ത്, നമ്മുടെ സോളാർ സിസ്റ്റത്തിന് പുറത്ത്, നമ്മുടെ ഗാലക്സിക്ക് പുറത്ത് മറ്റൊരു സിവിലൈസേഷൻ ഉണ്ടോ എന്ന് പഠിക്കുന്നവരാണ് സെറ്റി. ഇതൊരു പ്രൈവറ്റ് ഫണ്ടഡ് പ്രോഗ്രാം ആണെങ്കിലും നാസയ്ക്ക് ഇവരുമായി ഡാറ്റ കൈമാറ്റ ധാരണയുണ്ട്. ജെഫ് ബെസോസും വാറൻ ബഫറ്റും അടക്കമുള്ള വമ്പന്മാരാണ് സെറ്റിക്ക് ഫണ്ട് ചെയ്യുന്നത്. അടുത്ത 7 മുതൽ 18 വർഷത്തിനുള്ളിൽ ഭൂമിക്ക് പുറത്ത് നാം ജീവൻ കണ്ടെത്തുമെന്ന് സെറ്റി പറയുമ്പോൾ അത് വിശ്വസിക്കാതെ തരമില്ല. കാരണം അവരുടെ പക്കൽ ഡാറ്റയുണ്ട്. അതിലൊന്നുപോലും നാസയോ യൂറോപ്യൻ സ്പേസ് ഏജൻസിയോ നിഷേധിച്ചിട്ടുമില്ല. അവരുടെ ചില വാദങ്ങൾ പറയാം. ഭൂമിയിൽ ജീവനുണ്ടാകുന്നതിന് മുൻപ് ചൊവ്വയിൽ ജീവനുണ്ടായിരുന്നു എന്ന് കണ്ടെത്താനുള്ള പെർസെവറൻസ് റോവറിൻ്റെ ദൗത്യം അടുത്ത 7 വർഷത്തിനുള്ളിൽ അതിൻ്റെ അവസാന ഘട്ടമായ സൂയിസൈഡ് മിഷനിലേക്ക് കടക്കും. ചൊവ്വയുടെ കാര്യം അന്നറിയാമെന്നാണ് സെറ്റി പറയുന്നത്. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയിലേക്ക് അയക്കുന്ന യൂറോപ്പ ക്ലിപ്പർ മിഷനും ഏതാണ്ട് ഈ സമയത്ത് അവിടെ എത്തും. നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ജീവകണങ്ങളെ കണ്ടെത്താനുള്ള ഹോട്ട് കാൻഡിഡേറ്റാണ് യൂറോപ്പ. ഇത് മാത്രമല്ല, സ്പേസ് എക്സ് പോലുള്ള കമ്പനികൾ ചൊവ്വ ദൗത്യങ്ങൾക്കായി അതിവേഗം തയ്യാറെടുക്കുകയാണ്. മനുഷ്യൻ മറ്റ് ഗ്രഹങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറും. അത് കണ്ടെത്തലുകൾക്ക് വേഗം കൂട്ടും. സെറ്റി പ്രതീക്ഷയോടെ നോക്കുന്നത് അമേരിക്കൻ ഗവൺമെൻറ്റിനെയാണ്. കാരണം മനുഷ്യരാശി ഞെട്ടുന്ന തരത്തിൽ അമേരിക്കൻ ഡീക്ലാസിഫിക്കേഷൻ അടുത്ത 15 വർഷത്തിനുള്ളിൽ സംഭവിക്കും.
അമേരിക്കയുടെ കയ്യിൽ അനുഗ്രഹ പേടകത്തിന്റെ അവശിഷ്ടങ്ങളും അന്യഗ്രഹ ജീവിയുടെ മൃതദേഹ അവശിഷ്ടങ്ങളും ഉണ്ടെന്ന് സെറ്റി ഉറച്ചു വിശ്വസിക്കുന്നു. അടുത്ത 15 വർഷത്തിനുള്ളിൽ അവ പുറത്തുവിടാതെ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാനാവില്ല. മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയടക്കം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതിന്റെ സൂചന നൽകിയിരുന്നു. അമേരിക്കൻ ഇന്റലിജൻസിലെ മുൻ ഉദ്യോഗസ്ഥനായിരുന്ന ഡേവിഡ് ഗ്രഷ് US കോൺഗ്രസിന് മുന്നിൽ നൽകിയ മൊഴികൾ വിരൽ ചൂണ്ടുന്നത് സർക്കാരിന്റെ പക്കൽ അന്യഗ്രഹ സാങ്കേതികവിദ്യയുടെ അവശിഷ്ടങ്ങൾ ഉണ്ടെന്ന് ഉറപ്പിച്ചു പറയുന്നു. ഡേവിഡ് ഗ്രഷ് ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നതിനർത്ഥം അമേരിക്ക ഇക്കാര്യത്തിൽ കുറച്ച് അയവ് കാണിക്കുന്നുണ്ടെന്ന് തന്നെയാണ്. സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇന്റലിജൻസ് എന്ന സെറ്റി ഉറപ്പിച്ച് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അന്യഗ്രഹ ജീവികൾ നേരിട്ട് ഭൂമിയിലേക്ക് വരിക എന്നതും അവർ പ്രപഞ്ചത്തിൽ എവിടെയോ ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തുക എന്നതും രണ്ടാണ്. അതായത് സെറ്റി തന്നെ പറയുന്നു, ഏലിയൻസുമായുള്ള മനുഷ്യന്റെ ഫിസിക്കൽ കോണ്ടാക്റ്റിന് സാധ്യത കുറവാണ്. നമുക്കറിയാവുന്ന ഫിസിക്സ് വെച്ച് പ്രകാശവേഗത മറികടക്കാൻ ഒന്നിനും കഴിയില്ല. ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്ര സമൂഹമായ ആൽഫ സെഞ്ചുറിയിലേക്ക് പോലും പ്രകാശത്തിന്റെ വേഗതയിൽ സഞ്ചരിച്ചാൽ 4 വർഷത്തിലധികം വേണം. അതായത് പ്രപഞ്ചത്തിലെ മറ്റ് അഡ്വാൻസ്ഡ് സിവിലൈസേഷനുകൾ നമ്മളിൽ നിന്നും 100 കണക്കിന് പ്രകാശവർഷം അകലെയായിരിക്കാം. അതുകൊണ്ട് അവർ നേരിട്ട് വന്ന് മനുഷ്യരെ കാണണമെങ്കിൽ ഹയർ ഡയമെൻഷനിലുള്ള വേം ഹോളുകൾ വഴിയോ പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാവുന്ന സാങ്കേതിക വിദ്യ വഴി വരണം. അല്ലെങ്കിൽ അവർ അയച്ച സ്വയം പ്രവർത്തിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോബുകളായിരിക്കണം ഭൂമിയിലെത്തേണ്ടത്. അതുകൊണ്ടാണ് റിമോട്ട് ഡയറക്ഷനാണ് സാധ്യത കൂടുതലെന്ന് സെറ്റി CEO ബിൽ ഡയമണ്ട്സ് കട്ടായം പറയുന്നത്. അടുത്ത 7 മുതൽ 18 വർഷത്തിനുള്ളിൽ സംഭവിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചുരുക്കി പറയാം. വിദൂരമായ ഒരു നക്ഷത്ര യൂഥത്തിൽ നിന്നും വരുന്ന കൃത്യമായ ഒരു റേഡിയോ അല്ലെങ്കിൽ ലേസർ സിഗ്നൽ നമ്മൾ പിടിച്ചെടുക്കും. അല്ലെങ്കിൽ ഒരു അന്യഗ്രഹത്തിലെ അന്തരീക്ഷത്തിൽ ടെക്നോ സിഗ്നേച്ചറുകളുടെ സാന്നിധ്യമോ ഡൈസൺ സ്പിയേഴ്സിന്റെ തെളിവോ ടെലിസ്കോപ്പിലൂടെ കണ്ടെത്തും. ഇത് നേരിട്ടുള്ള സമ്പർക്കമല്ലെങ്കിലും നമ്മൾ പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്കല്ല എന്ന വലിയ സത്യം മനുഷ്യരാശിക്ക് മുന്നിൽ തുറന്നു കിട്ടും. അങ്ങനെ പറയുന്നതിന് കാരണമുണ്ട്. ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് പൂർണ്ണ സജ്ജമായതോടെ പ്രപഞ്ചത്തിലെ വിദൂര ഗ്രഹങ്ങളുടെ അന്തരീക്ഷ ഘടന വരെ പരിശോധിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഭൂമിയെപ്പോലെ ജീവൻ നിലനിൽക്കാൻ സാധ്യതയുള്ള ഹാബിറ്റബിൾ സോണിലുള്ള ആയിരക്കണക്കിന് എക്സോ പ്ലാനറ്റുകളെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അടുത്ത 10-15 വർഷത്തിനുള്ളിൽ നിർമ്മിക്കപ്പെടാൻ പോകുന്ന ഭീമൻ ടെലസ്കോപ്പുകൾക്ക് ഈ ഗ്രഹങ്ങളിൽ ജീവന്റെ സാന്നിധ്യം അറിയിക്കുന്ന വാതകങ്ങൾ, ബയോസിഗ്നേച്ചേഴ്സ്, ടെക്നോ സിഗ്നേച്ചേഴ്സ് എന്നിവ കണ്ടെത്താൻ കഴിഞ്ഞേക്കാം. അതുമാത്രമല്ല, സെറ്റിക്ക് മുൻപ് ലഭിച്ചിരുന്ന കോടിക്കണക്കിന് റേഡിയോ സിഗ്നലുകൾ മനുഷ്യർക്ക് സ്വയം വിശകലനം ചെയ്യുക സാധ്യമായിരുന്നു. എന്നാൽ ഇന്ന് വിപുലമായ AI മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ ഉപയോഗിച്ച് ബഹിരാകാശത്തു നിന്നുള്ള സൂക്ഷ്മമായ വ്യതിയാനങ്ങൾ പോലും തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അന്യഗ്രഹ ജീവികൾ അയക്കുന്ന ഒരു കൃത്യമായ സിഗ്നൽ നമ്മുടെ റഡാറുകളിൽ പെട്ടാൽ അത് തിരിച്ചറിയാൻ ഇനി അധികകാലം വേണ്ടിവരില്ല. ഇവിടെ ശാസ്ത്രലോകം ചർച്ച ചെയ്യുന്ന ഫെർമി പാരഡോക്സ് സിദ്ധാന്തം പ്രസക്തമാണ്. പ്രപഞ്ചത്തിന് കോടിക്കണക്കിന് വർഷം പഴക്കമുണ്ട്. അതിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ ഒരു അന്യഗ്രഹ ജീവിയും നമ്മളെ ബന്ധപ്പെട്ടില്ല? എവിടെയാണ് എല്ലാവരും? എക്കണോമിസ്റ്റായിരുന്ന റോബിൻ ഹാൻസണിന്റെ സിദ്ധാന്തമാണ് ഇതിന് സെറ്റി നൽകുന്ന മറുപടി. ദ ഗ്രേറ്റ് ഫിൽറ്റർ എന്ന തിയറിയാണത്. ഏതൊരു സിവിലൈസേഷനും ഒരു നിശ്ചിത സാങ്കേതിക വിദ്യ കൈവരിക്കുമ്പോൾ അവ നശിച്ചു പോകും. ഉദാഹരണത്തിന് മനുഷ്യരുടെ കാര്യത്തിൽ അണുബോംബുകൾ, വിനാശകരമായ AI അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം എന്നിവയ്ക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ മറ്റ് ഗ്രഹങ്ങളിലേക്ക് സഞ്ചരിക്കാൻ പാകത്തിൽ വളരുന്ന ഒരു സിവിലൈസേഷൻ ദീർഘകാലം നിലനിൽക്കില്ലായിരിക്കാം. മറ്റൊരു വാദം ഹൈപ്പോതെസിസ് ആണ്. അന്യഗ്രഹ ജീവികൾ നമ്മളെക്കാൾ ദശലക്ഷക്കണക്കിന് വർഷം മുമ്പേ എവല്യൂഷൻ സംഭവിച്ചവരാണ്, വളരെ അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ അവർക്ക് ഇരയല്ല. നമ്മൾ മൃഗശാലയിൽ മൃഗങ്ങളെ കാണും പോലെ അവർ നമ്മളെ ദൂരെ നിന്ന് നിരീക്ഷിക്കുകയാണ്. നമ്മുടെ വളർച്ച ഒരു നിശ്ചിത ഘട്ടത്തിലെത്തുമ്പോൾ മാത്രമേ അവർ നമ്മളോട് നേരിട്ട് സംസാരിക്കൂ. ഇതിനും ഇനി അധികകാലമില്ലത്രേ. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ കൂൾ വേൾഡ്സ് ലാബ് ഡയറക്ടറും പ്രപഞ്ചശാസ്ത്രജ്ഞനുമായ ഡേവിഡ് കിപ്പിംഗ് അടുത്തിടെ റോയൽ ആസ്ട്രോണമിക് സൊസൈറ്റിയുടെ ജേണലിൽ ഒരു പുതിയ ഗവേഷണ പ്രബന്ധം സമർപ്പിച്ചു. ദി എസ്കാറ്റിയൻ ഹൈപ്പോതെസിസ് എന്നാണ് അതിന്റെ പേര്. ഈ പ്രബന്ധം മുന്നോട്ട് വയ്ക്കുന്ന സിദ്ധാന്തം ലളിതമായി പറഞ്ഞാൽ, അന്യഗ്രഹ ജീവികളുമായുള്ള നമ്മുടെ ആദ്യത്തെ സമ്പർക്കം നമ്മുടെ സിവിലൈസേഷന്റെ അവസാന കാലത്താണ് സംഭവിക്കുക. മനുഷ്യവംശം ഒരു വലിയ നിലവിളിയോടെ അവസാനിക്കുന്ന സമയം. ഇതിനെ ശാസ്ത്രലോകം വിളിക്കുന്നതും ആ വാക്കിലാണ്, ലൗഡ്. വിനാശകരമായ അതിശക്തമായ ഒരു സിഗ്നൽ. ആ സിദ്ധാന്തം സാധൂകരിക്കാൻ ഡേവിഡ് കിപ്പിംഗ് ചൂണ്ടിക്കാണിക്കുന്നത് ആസ്ട്രോണമിയുടെ തന്നെ ചരിത്രമാണ്. നമ്മൾ ബഹിരാകാശത്ത് ഒരു പുതിയ സെലസ്റ്റിയൽ ബോഡി ആദ്യമായി കണ്ടെത്തുമ്പോൾ അത് ആ കാറ്റഗറിയിലെ ഏറ്റവും സാധാരണമായ ഒന്നായിരിക്കില്ല. പകരം ഏറ്റവും വലിപ്പമുള്ളതോ ഏറ്റവും പ്രകാശമുള്ളതോ ആയോ മാത്രമേ ഭാവം മനുഷ്യന്റെ കണ്ണിലുടക്കൂ. 2 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, എക്സോ പ്ലാനറ്റുകൾ. നമ്മുടെ സോളാർ സിസ്റ്റത്തിന് പുറത്തുള്ള മറ്റ് ഗ്രഹങ്ങളെയാണ് നമ്മൾ എക്സോ പ്ലാനറ്റുകൾ എന്ന് വിളിക്കുന്നത്. 1990കളുടെ തുടക്കത്തിലാണ് മനുഷ്യനാദ്യമായി ഒരു എക്സോ പ്ലാനറ്റ് കണ്ടെത്തുന്നത്. അവ എങ്ങനെയുള്ള ഗ്രഹങ്ങളായിരുന്നു എന്നറിയാമോ? പൾസറുകൾ എന്ന് വിളിക്കുന്ന ചത്തുപോയ നക്ഷത്രങ്ങളുടെ അവശിഷ്ടങ്ങൾക്ക് ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങളായിരുന്നു അവ.
പൾസറുകൾ ബഹിരാകാശത്തെ ലൈറ്റ് ഹൗസുകളെ പോലെ കൃത്യമായ ഇടവേളകളിൽ റേഡിയോ തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നവയാണ്. അവയ്ക്ക് ചുറ്റും ഒരു ഗ്രഹം കറങ്ങുമ്പോൾ ആ സിഗ്നലിൽ ഉണ്ടാകുന്ന ചെറിയ വ്യത്യാസം മൂലം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇന്ന് നമ്മുടെ പക്കൽ 6000-ലധികം എക്സോ പ്ലാനറ്റുകളുടെ ഡാറ്റയുണ്ട്. എന്നാൽ അതിൽ 10-ൽ താഴെ ഗ്രഹങ്ങൾ മാത്രമാണ് പൾസാറുകൾക്ക് ചുറ്റുമുള്ളത്. ഭൂരിഭാഗം ഗ്രഹങ്ങളും സൂര്യനെ പോലെയുള്ള സാധാരണ നക്ഷത്രങ്ങൾക്ക് ചുറ്റുമാണ്. പക്ഷേ നമ്മൾ ആദ്യം കണ്ടെത്തിയത് എന്തിനെയാണ്? ഏറ്റവും എളുപ്പത്തിൽ സിഗ്നൽ തരുന്ന ഏറ്റവും ലൗഡായ പൾസർ ഗ്രഹങ്ങളെ. ഇനി നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്ന നക്ഷത്രങ്ങൾ നോക്കൂ. നമ്മൾ രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഏകദേശം 2500 നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കും. ഇതിൽ 3-1 ഇവോൾവ്ഡ് ജയന്റ് സ്റ്റാർസ് അഥവാ റെഡ് ജയന്റ്സ് നക്ഷത്രങ്ങളാണ്. എന്നാൽ പ്രപഞ്ചത്തിലെ ആകെ നക്ഷത്രങ്ങൾ എടുത്താൽ ഈ ഭീമന്മാർ വളരെ കുറവാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ളത് റെഡ് ഡ്വാർഫ് എന്ന് വിളിക്കുന്ന ചെറിയ നക്ഷത്രങ്ങളാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള നക്ഷത്രമായ പ്രോക്സിമ സെഞ്ചുറി പോലും ഒരു റെഡ് ഡ്വാർഫാണ്. അത് നമുക്ക് ഏറ്റവും അടുത്തായിരുന്നിട്ടും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. കാരണം അതിൻ്റെ പ്രകാശം കുറവാണ്. നേരെ മറിച്ച് കോടിക്കണക്കിന് പ്രകാശവർഷം അകലെയുള്ള ഭീമൻ നക്ഷത്രങ്ങളെ നമ്മൾ കാണുന്നു. ഈ ഒരു പ്രപഞ്ച നിയമം തന്നെയാണ് അന്യഗ്രഹ ജീവികളുടെ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നത്. പ്രപഞ്ചത്തിൽ ലക്ഷക്കണക്കിന് ശാന്തരായ പാവം സിവിലൈസേഷനുകൾ ഉണ്ടാകാം. എന്നാൽ നമ്മൾ ആദ്യം കണ്ടെത്തുക അവരെയല്ല. പകരം പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ലൗഡ് സിഗ്നൽ പുറപ്പെടുവിക്കുന്ന ഒരു സാധാരണ സിവിലൈസേഷനെ ആയിരിക്കും. ഇനി എന്താണ് ഡേവിഡ് കിപ്പിങ്ങിന്റെ എസ്കാറ്റിയൻ ഹൈപ്പോത്തിസിന്റെ കാതൽ? എസ്കാറ്റോളജി എന്ന വാക്കിൽ നിന്നാണ് കിപ്പിങ് ഈ പേര് സ്വീകരിച്ചത്. ലോകത്തിന്റെ അവസാനം, അന്ത്യവിധി എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. കിപ്പിങ്ങിന്റെ സിദ്ധാന്തപ്രകാരം നമ്മൾ ആദ്യം കണ്ടെത്താൻ പോകുന്ന അന്യഗ്രഹ സിവിലൈസേഷൻ ഒരുപക്ഷെ അവരുടെ അവസാന ഘട്ടത്തിലായിരിക്കാം. ട്രാൻസിറ്ററി, അൺസ്റ്റേബിൾ ഓർ ടെർമിനൽ ഫേസ്. ഒരു നക്ഷത്രം നശിക്കുന്ന സമയത്ത് അത് സൂപ്പർനോവ ആയി പൊട്ടിത്തെറിക്കും. ആ സമയത്ത് അതൊരു ഗാലക്സിയിലേക്ക് കൂടുതൽ പ്രകാശം പുറത്തുവിടും. അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് പ്രകാശവർഷം അകലെയുള്ള സൂപ്പർനോവകൾ പോലും നമുക്ക് എളുപ്പത്തിൽ കാണാം. ഇതുപോലെ മനുഷ്യരെക്കാൾ വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു സിവിലൈസേഷൻ തകർച്ചയുടെ വക്കിലെത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു വലിയ മാറ്റത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർ പ്രപഞ്ചത്തിലേക്ക് പുറപ്പെടുവിക്കുന്ന ടെക്നോ സിഗ്നേച്ചർ വളരെ വലുതായിരിക്കും. ഈ വലിയ സിഗ്നലുകൾ പ്രധാനമായും 2 തരത്തിലാകാം. ഒന്ന്, അറിയാതെ പുറത്തുവിടുന്ന സിഗ്നലുകൾ, അൺഇൻറ്റൻഷണൽ ലൗഡ്നെസ്. 2, രക്ഷയ്ക്കായുള്ള നിലവിളി. തങ്ങളുടെ ഗ്രഹം നശിക്കാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു ജനത തങ്ങളെ രക്ഷിക്കാനോ അല്ലെങ്കിൽ തങ്ങളുടെ ഓർമ്മകൾ പ്രപഞ്ചത്തിൽ നിലനിർത്താനോ വേണ്ടി പ്രപഞ്ചത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും അതീവ ശേഷിയുള്ള വലിയൊരു റേഡിയോ സന്ദേശം അയച്ചേക്കാം. അത് പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ ഒരു സിഗ്നലായി മാറും. ഡേവിഡ് കിപ്പിങ് ഒരു യൂട്യൂബ് വീഡിയോയിൽ 1977 നമ്മൾ പിടിച്ചെടുത്ത, ഇന്നുവരെ ശാസ്ത്ര ലോകത്തിന് വിശദീകരിക്കാൻ കഴിയാത്ത ആ പ്രശസ്തമായ വൗ സിഗ്നൽ ഒരുപക്ഷെ നശിച്ചുപോയ ഏതോ ഒരു അനുഗ്രഹ സിവിലൈസേഷന്റെ അവസാന നിലവിളിയാണെന്ന് സമർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം തറപ്പിച്ച് പറയുന്നു, ഫസ്റ്റ് കോണ്ടാക്ട് എന്നത് ഒരു സിഗ്നൽ മാത്രമായിരിക്കാനാണ് കൂടുതൽ സാധ്യത. പക്ഷേ ആ സിഗ്നൽ വരുന്നത് ഒരുപക്ഷെ ഇപ്പോൾ നിലവിലില്ലാത്ത, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നശിച്ചുപോയൊരു ലോകത്തു നിന്നായിരിക്കാം. ആ സിഗ്നൽ ഭൂമിയിൽ എത്തുമ്പോഴേക്കും അവരുടേതായ എല്ലാം പ്രപഞ്ചത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടിട്ടുണ്ടാകാം. നമ്മൾ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഭൂതകാലത്തെയാണ്. ഒരു നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വർഷങ്ങൾ എടുക്കുമെന്നതിനാൽ നമ്മൾ കാണുന്ന സിഗ്നൽ അവരുടെ വംശാവസാനത്തിന്റെ ഓർമ്മപ്പെടുത്തൽ മാത്രമായിരിക്കാം. എന്തു തന്നെയായാലും അത് അധികം വൈകില്ല. പ്രപഞ്ചത്തെ മുഴുവൻ സമയവും നിരീക്ഷിക്കുന്ന ടെലിസ്കോപ്പുകളും കോടിക്കണക്കിന് ബൈറ്റ് ഡാറ്റ സെക്കൻഡുകൾക്കുള്ളിൽ വിശകലനം ചെയ്യാൻ കഴിയുന്ന AI മോഡലുകളും ഇന്ന് നമ്മുടെ പക്കലുണ്ട്. അടുത്ത 7 മുതൽ 18 വരെ വർഷത്തിനുള്ളിൽ പ്രപഞ്ചത്തിൻ്റെ ഏതോ ഒരു കോണിൽ നിന്നും ആ ലൗഡ് സിഗ്നൽ നമ്മൾ കണ്ടെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു സിഗ്നൽ ലഭിച്ചാൽ അത് മനുഷ്യ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കും. നാം നമ്മുടെ അതിജീവനത്തിൻ്റെ പുതിയ പാഠങ്ങളായിരിക്കും അവിടെ നിന്ന് പഠിക്കുക. അതെല്ലാം നല്ലതിനായിരിക്കുമെന്ന് പ്രത്യാശിക്കാനേ കഴിയൂ.